വളരെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളും കാഴ്ചകളുമാണ് ഗസയിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കരയുദ്ധം ആരംഭിച്ച് തങ്ങളുടെ നാട് വിട്ട് വീട് വിട്ട് പലായനം ചെയ്യുന്ന, എവിടെയാണ് പുതിയ ആകാശം എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനോട് ഈ ശക്തമായ വെറുപ്പുണ്ടാകും എന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ല തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. യഹൂദികൾ അവർക്ക് വിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റത്തെ ശത്രുത വെച്ചു പുലർത്തുന്നതായി നിനക്കവരെ കാണാൻ കഴിയും. ഇത് കേവലം ഒരു രാഷ്ട്രീയമായ വിഷയമല്ല. ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല. ഇസ്ലാമിനോടുള്ള പകയാണ്, വെറുപ്പാണ് ഈ ഉന്മൂലനത്തിൻ്റെ പിന്നിൽ എന്നത് നമുക്കറിയാം. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യക്കുരുതിയാണ്. 4 ലക്ഷത്തിലധികം സഹോദരന്മാർ അവരുടെ വീടുകളിൽ നിന്ന് അവർ പലായനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ വീട് നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മളൊന്ന് മനസ്സിനോട് ചോദിക്കുക. അവർ അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നത് ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ഉറപ്പോടുകൂടെയാണ്. ഇനി ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലേക്ക്, ഇനി ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. തിരിച്ചു വരുമ്പോഴേക്കും ആ നാടും ആ വീടും തകർത്തെരിച്ചിട്ടുണ്ടാകും എന്ന ഉറപ്പോടുകൂടെയാണ് അവരുടെ പലായനം. രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കെട്ടിടത്തിലേക്ക് മിസൈലിട്ട് കഴിഞ്ഞാൽ അടുത്ത മിസൈൽ 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരെ തേടിയെത്തുകയാണ്. എന്തിനാണിത്? ഒന്നാമത്തെ അക്രമത്തിൽ പരിക്കു പറ്റിയവരെ രക്ഷിക്കാൻ കണ്ടു നിൽക്കുന്നവർ ഓടിയെത്തും. ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ മിസൈൽ വന്നു പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ പോലും ഒരാളും എത്തരുത് എന്ന കാട്ടാള തന്ത്രമാണ് അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കടലിലൂടെ അക്രമങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. കരയിലൂടെ അക്രമങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ആകാശത്തിലൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് ഈ ജനതക്ക് രക്ഷപ്പെടാൻ കഴിയുക? എവിടേക്കാണ് അവർ കോടിയൊളിക്കാൻ കഴിയുക? ഗസയുടെ വഴിയോരങ്ങളിലെല്ലാം മൃതദേഹങ്ങൾ, മയ്യത്തുകൾ കുമിഞ്ഞുകൂടിക്കിടക്കുകയാണ്. കണക്കുപ്രകാരം 65,000-ഓളം ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു. ഒരു കൊച്ചു പ്രദേശത്ത് 65,000-ഓളം ആളുകൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞു. അതിൽ 18,000-ഓളം കുരുന്നുകളാണ്, കുട്ടികളാണ്. നമ്മുടെ മക്കൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ്. 18,000-ഓളം വരുന്ന കുരുന്നുകളെയാണ് ഇല്ലാതാക്കിയത്. അതിൽ 1000-ഓളം കുട്ടികൾ 1 വയസ്സിനു താഴെ പ്രായമുള്ളവരാണ്. എന്താണ് ഈ ജീവിതമെന്നറിയാത്ത, ചിരിക്കാൻ മാത്രം അറിയുന്ന, കരയാൻ മാത്രം അറിയുന്ന, കാലിട്ടടിക്കാൻ മാത്രം അറിയുന്ന 1 വയസ്സിനു താഴെയുള്ള ആയിരക്കണക്കിന് കുരുന്നുകളെയാണ് അറുകൊല നടത്തിയത്. 5 വയസ്സിന് താഴെയുള്ള 5000-ഓളം വരുന്ന കുട്ടികളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടത്. പട്ടിണി കാരണം, വിശപ്പ് സഹിക്കാൻ കഴിയാതെ മാത്രം 146-ഓളം കുട്ടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്, ക്യൂ നിൽക്കുകയാണ്. കുടിവെള്ളം പോലും തടഞ്ഞിരിക്കുന്നു. ഒന്ന് ദാഹിച്ചു വലഞ്ഞാൽ തൊണ്ട നനക്കാനുള്ള വെള്ളം പോലും തടഞ്ഞു വച്ച് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നതിൽ 1000 ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലെത്തിയാൽ അവിടെയും രക്ഷയില്ല. 200-ഓളം ഹോസ്പിറ്റലുകൾ ലക്ഷ്യമാക്കി ഇതിനോടകം അക്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു. 200-ഓളം ഹോസ്പിറ്റലുകൾ തകർക്കപ്പെട്ടു.
ഗസയിലെ 95% വരുന്ന സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തകർന്നുപോയ, എല്ലാ അർത്ഥത്തിലും ആക്രമിക്കപ്പെടുന്ന ഒരു ജനത. പ്രിയമുള്ളവരെ, ഗസ സംസാരിക്കുന്നത് ലോക മനസാക്ഷിയോടാണ്. ഗസ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട 50 ദിവസം മാത്രം പ്രായമുള്ളൊരു കൊച്ചു പൈതൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ 50 ദിവസം മാത്രമുള്ളൊരു കൊച്ചു പൈതൽ ഗസയിൽ മരണപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും മനസാക്ഷിയോടാണ് ആ കുഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളോടാണ് ആ കുഞ്ഞ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം എത്രത്തോളം ഈ വിഷയം ഗൗരവത്തോടുകൂടെ കാണുന്നുണ്ട്? നമുക്ക് ഫലസ്തീൻ ഒരു മറവിയല്ല, നമുക്ക് ഗസ ഒരു മറവിയല്ല, എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരു വിഷയമല്ല. ഫലസ്തീൻ മുസ്ലിമിന്റെ 5 നേരത്തെ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്. ഫലസ്തീൻ മുസ്ലിമിന്റെ ഓരോ ദിവസങ്ങളിലെയും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഫലസ്തീൻ ഉണ്ടോ, ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര വലിയ അനുഗ്രഹീതരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി. രാവിലെ ഒരു മനുഷ്യൻ നിർഭയത്വത്തോടുകൂടെ എഴുന്നേറ്റാൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവനുണ്ട് എങ്കിൽ ഫകഅന്നമാ ഹീസത്തു ലഹു ദുനിയ, അവന് ദുനിയാവ് കിട്ടി. നമുക്ക് കിട്ടിയില്ലേ ദുനിയാവ്? ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിർഭയത്വമുണ്ട്, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമുക്കുണ്ട്. നമ്മുടെ മക്കൾ നിർഭയരായി അവർ സ്കൂളിലേക്ക് പോകുന്നു. നമ്മുടെ ഭാര്യമാർ നിർഭയരായി, നമ്മുടെ മാതാപിതാക്കൾ നിർഭയരായി അവരിവിടെ ജീവിക്കുന്നു. ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന, ആരെങ്കിലും കൊടുത്തയക്കുന്ന, ആരെങ്കിലും കയറ്റി അയക്കുന്ന ഏതെങ്കിലും ഭക്ഷണപ്പൊതികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൊതിയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ കൊച്ചു പൈതലുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നമ്മൾ പറയുന്ന അൽഹംദുലില്ലയുണ്ടല്ലോ, അത് ഹൃദയത്തിൽ നിന്നായിരിക്കും. നമ്മൾ പറയുന്ന അൽഹംദുലില്ലയുടെ അർത്ഥം മാറും. അത് ഹൃദയത്തിൽ നിന്നായിരിക്കും, അത് നാവ് കൊണ്ടാവുകയില്ല. അത് മക്കളെ കാണിച്ചു കൊടുക്കണം. ഗസയിലെ പാവപ്പെട്ട മുസ്ലിം കുട്ടികളെ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. പിന്നെ ഭക്ഷണം ഇത് വേണ്ട അമ്മച്ചി, അത് വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണം പുട്ടിൽ ബാക്കിയാക്കുന്ന ഒരു ആർഭാടത്തിലേക്ക് നമ്മുടെ വീട്, നമ്മുടെ മക്കൾ അവർ മാറിപ്പോവുകയില്ല. പ്രിയമുള്ളവരെ, അവരനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്കും വരാം. ആ പ്രതിസന്ധി നമുക്കും വരാം. ഒരിക്കലും ഒരു പൊങ്ങച്ചത്തിലേക്ക് നമ്മൾ പോകരുത്. ലതുബ്ലുവന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ നഫ്സ് കൊണ്ട്. ശിർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ വേദഗ്രന്ഥം ലഭിച്ച ആളുകൾ നിങ്ങളുടെ മേൽ ഉപദ്രവങ്ങൾ വരുത്തിക്കൊണ്ട് അവരുടെ കടുപ്പമേറിയ അക്രമങ്ങളിലൂടെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ പരീക്ഷണം ഉണ്ടാകും. വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ക്ഷമിക്കാൻ കഴിയണം, തഖ്വ കൈക്കൊള്ളണം. മുസ്ലിമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഏതു പ്രതിസന്ധിയിലും ഏതു കാലഘട്ടത്തിലും മുസ്ലിമിന്റെ ആയുധം തഖ്വയാണ്. നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം. ഈ ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിൽ കണ്ണുനീരുണ്ട്, ദുനിയാവിൽ കയ്പുണ്ട്, ദുനിയാവിൽ പ്രയാസങ്ങളുണ്ട്. മുസ്ലിമാണോ, ഇസ്ലാം പ്രഖ്യാപിച്ചവനാണോ, അവന് പരീക്ഷണത്തിന്റെ ദിനങ്ങളുണ്ട്. എന്നാൽ ഇല്ലാ ഖീല സലാമൻ സലാമ, സ്വർഗത്തിൽ അവനെ കാത്തിരിക്കുന്നത് സലാമൻ സലാമ. അവിടെ സമാധാനമാണ്, അവിടെ മുസ്ലിമിന് സമാധാനമാണ്, അവിടെ മുസ്ലിമിന് കണ്ണുനീരില്ല, അവിടെ മുസ്ലിമിന് പ്രയാസങ്ങളില്ല, അവിടെ മുസ്ലിമിന് പരീക്ഷണങ്ങളില്ല. ദുനിയാവ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ ഇടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് പരീക്ഷണത്തിന്റെ ഭൂമിയാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, ക്ഷമിക്കാൻ, തഖ്വ കൈക്കൊള്ളാൻ,
പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരെ പ്രാർത്ഥനകളിൽ ഓർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയാണ് നമ്മുടെ വിജയം. ആ തഖ്വ കൈകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫലസ്തീൻ ഒരിക്കലും നമുക്കൊരു മറവിയാകരുത്. ഗസ നമുക്ക് മറവിയാകരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീൻ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ആ മണ്ണ് നമുക്ക് പ്രിയപ്പെട്ട മണ്ണാണ്. ഫിലസ്തീൻ നമ്മുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണാണ്. ഖുദ്സ് മുസ്ലിമിന്റെ വികാരമാണ്. നമ്മുടെ ആദ്യത്തെ ഖിബിലയാണത്. നമ്മുടെ ആദ്യത്തെ ഖിബിലയാണ്. 16 മാസക്കാലം മുസ്ലിമീങ്ങളുടെ ഖിബിലയാണത്. അമ്പിയാക്കന്മാർ മുസല്ല വിരിച്ച മണ്ണാണത്. എത്രയെത്ര പ്രവാചകന്മാരുടെ ഓർമ്മകൾ, എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് ഖുദ്സ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ അവിടേക്കാണ്. മിഅ്റാജിന്റെ യാത്ര അവിടെ നിന്നാണ്. ഖുദ്സിന് വേണ്ടി രക്തസാക്ഷികളായ എത്രയെത്ര ശുഹദാക്കൾ ആ നാട്ടിലുണ്ട്, ആ മണ്ണിലുണ്ട്. നമ്മുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന, യാത്ര ചെയ്യാൻ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ട 3 പള്ളികളിൽ ഒന്ന് ഫിലസ്തീനിലാണ്. അതുകൊണ്ട് തന്നെ ആ നാടിനെ എപ്പോഴും ഓർത്തിരിക്കണം. തീർച്ചയായും അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. ഇസ്ലാമിനെ തുരത്താൻ ഏതെങ്കിലും മിസൈലുകൾ കൊണ്ട്, ഏതെങ്കിലും ബോംബുകൾ കൊണ്ട്, ഏതെങ്കിലും അത്തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇസ്ലാം. അവർ പറഞ്ഞയക്കുന്ന, അവരയച്ചുവിടുന്ന മിസൈലുകളുടെ മുന്നിലുള്ള, അതിൻ്റെ മുകളിലുള്ള, ആകാശത്തിനുപരിയിലുള്ള ഒരു റബ്ബിലാണ് ആ ജനത വിശ്വസിച്ചിട്ടുള്ളത്. അവരേതെങ്കിലും ആയുധങ്ങളിലല്ല വിശ്വസിച്ചിട്ടുള്ളത്. അവരേതെങ്കിലും വ്യക്തികളിലല്ല വിശ്വസിച്ചിട്ടുള്ളത്. ഈ ആകാശത്തിൻ ഉപരിയിലുള്ള ഒരു റബ്ബിലാണ്, സട്ടാവിലാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം അതുണ്ട്. അല്ലാഹുവിന്റെ സഹായം അതരികിലുണ്ട്. അവസാനത്തെ വിജയം അത് മുസ്ലിമിനാണ്, ഇസ്ലാമിനാണ്. ഫലസ്തീൻ പുഞ്ചിരിക്കാതെ, ഗസ പുഞ്ചിരിക്കാതെ, ഖുദ്സിൽ ഇസ്ലാമിന്റെ പതാക ഉയരാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ലോകത്തൊരു കെട്ടിടവും ബാക്കിയാവുകയില്ല ഇസ്ലാം എന്ന ആദർശം അവിടെ എത്താതെ. ഈ ദീൻ പാള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മുഴുവൻ കൂരയിലും എത്താതെ, ലോകത്തെ മുഴുവൻ വൻകരകളിലും ഇസ്ലാമിന്റെ ആദർശം പ്രോജ്വലിച്ചു നിന്നിട്ടല്ലാതെ ലോകത്തിൻ്റെ ഒരു അവസാനമില്ല എന്ന വിശ്വാസമുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ഇത് അതിജയിക്കുന്ന ആദർശമാണ്, ഇത് അതിജയിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നമുക്ക് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ കഴിയണം. കിടങ്ങ് കുഴിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നക്കി തുടക്കാൻ മാത്രം ശക്തിയുള്ള 10,000-കണക്കിന് സൈന്യങ്ങളാണ് മറുഭാഗത്ത്. മദീനയെ നക്കി തുടക്കാൻ അവർക്ക് കഴിയും. 10,000-കണക്കിന് വരുന്ന ശത്രു സൈന്യം, അഹ്സാബ്. എല്ലാ ഹിസ്ബുകളുണ്ട്, എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ. അള്ളാഹിന്റെ റസൂലിനോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഇതാ സൈന്യം എത്താൻ പോകുന്നു, പേടിച്ചോ, ഓടി ഒളിച്ചോ. വിശപ്പിന് ഭക്ഷണം പോലും ഇല്ലാതെ ഒട്ടിയ വയറിൽ കല്ല് കെട്ടി ആ കിടങ്ങു കുടിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അറിയുക, റോമിൽ ഇസ്ലാമെത്തും, പേർഷ്യയിൽ ഇസ്ലാമെത്തും,
ഹബശയിൽ ഇസ്ലാമെത്തും. ഇതാണ് പ്രതീക്ഷ. ഈ ആദർശം ആരാണോ ഇസ്ലാമിനെ തകർക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അവരുടെ കൂരകളിലെത്തുന്ന, അവരുടെ ഹൃദയങ്ങളിലെത്തുന്ന ആദർശമാണ്. മുസ്ലിമിന് പേടിയില്ല, ഇസ്ലാമിന് ആരെയും പേടിയില്ല, ഇസ്ലാമിന് ആരും പേടിക്കേണ്ടതുമില്ല. ഏതെങ്കിലും മിസൈലും 2 റോക്കറ്റും അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്കും പേടിച്ചു പോകുന്ന ഒന്നല്ല ഇസ്ലാം എന്ന ആദർശം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദീനിൽ നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുക, ക്ഷമിക്കുക. ഇവിടെ പരീക്ഷണമുണ്ട്, ഇവിടെ കയ്പുണ്ട്, ഇവിടെ കണ്ണുനീരുണ്ട്. നാളെ സ്വർഗത്തിൽ സലാമൻ സലാമ, ആ സ്വർഗത്തിലാണ് നമുക്ക് സമാധാനമുള്ളത്. ഇവിടെ മരണപ്പെട്ടാൽ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു മുസ്ലിമിന്? മറ്റുള്ളവർക്കല്ലേ മരണം നഷ്ടം. അവന്റെ വീട് പോയി, അവന്റെ സമ്പത്ത് പോയി, മുസ്ലിമിന് എന്തു പോകാൻ? ഒരു മുസ്ലിമിന് ഇവിടെ നിന്ന് മരണപ്പെട്ടാൽ എന്ത് നഷ്ടം? അതുകൊണ്ടല്ലേ പുഞ്ചിരി തൂകി ഫലസ്തീനിലെ കൊച്ചുമക്കൾ ആ വെള്ള കഫൻ പുടവയിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? എല്ലാവിധ ആയുധങ്ങളും കയ്യിലേന്തി നിൽക്കുന്നവരുടെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഫലസ്തീനിലെ പോരാളികളെ നമ്മൾ കാണുന്നില്ലേ? എന്താണ് അവർക്ക് നഷ്ടം? ദുനിയാവിൽ ഒന്നുമില്ല. ദുനിയാവ് അത്രയേ ഉള്ളൂ മുസ്ലിമിന്. മാലി വലി ദുനിയ, ഈ ദുനിയാവും ഞങ്ങളും തമ്മിൽ എന്തു ബന്ധം? ആഖിറമാണ് മുസ്ലിം കൊതിക്കുന്നത്. ഇവിടെ വീട് തകർത്താൽ, ഇവിടെ ജീവൻ എടുത്താൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെയാണ് മുസ്ലിമീങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ഈമാൻ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക്, അവിടെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എത്രത്തോളം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് നാം ആലോചിക്കുക. അല്ലാഹു പൂർണ്ണമായി ഇസ്ലാമിനെ സ്വീകരിക്കാൻ, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ